ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ വരുന്നു. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തിനെയായിരിക്കും. കേന്ദ്ര നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലായിരിക്കും കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ പ്രവർത്തിക്കുക. NUCFDCക്ക് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയുടെ സ്വയം നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതി ലഭിച്ചു. കേന്ദ്രം ഇത്തരമൊരു നീക്കം നടത്തുന്നതോടെ കേരള ബാങ്കിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടും. ATM സൗകര്യം, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ, ക്ലിയറിംഗ് സംവിധാനം, SLR പരിധി നിലനിർത്തുന്നത്, റീഫിനാൻസിംഗ് എന്നിവ നൽകുന്നതിന് അർബൻ സഹകരണ ബാങ്കുകൾക്ക് സാധിക്കും. നിലവിൽ രാജ്യത്തുടനീളം 11,000 ശാഖകളോടെ 1,500-ലധികം അർബൻ സഹകരണ ബാങ്കുകളുണ്ട്. അമിത്ഷാ മന്ത്രിയായ സഹകരണ വകുപ്പിന്റെ കീഴിലായിരിക്കും ഇത്തരം ബാങ്കുകൾ പ്രവർത്തിക്കുക. ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളുടെ സംസ്ഥാന പ്രസിഡന്റും RSSന്റെ കീഴിലുള്ള സഹകാർ ഭാരതിയുടെ ദേശീയ പ്രസിഡന്റുമായ ജ്യോതീന്ദ്ര മേത്തയാണ് NUCFDCയുടെ ചെയർമാൻ. ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായും അർബൻ സഹകരണ ബാങ്കിംഗ് മേഖലയുടെ നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതിയുണ്ട്.